ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇഡി ചോദ്യം ചെയ്യുമെന്ന് വാർത്ത വരുന്നു. ഉടൻ സമൻസ് അയക്കും. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇഡിയുടെ ഈ പുതിയ നീക്കം. ബിപിൻ സി വിജയൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ബിപിൻ, മുരാരി ബാബുവിന് ഇത് കഷ്ടകാലം തന്നെയല്ലേ? പുറത്തിറങ്ങിയതേ ഉള്ളൂ, അപ്പത്തെ വരുന്നു ഇഡി. പറയൂ വിശദാംശങ്ങൾ. ബിപിൻ സി വിജയനുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. മുരാരി ബാബു നിങ്ങൾക്കറിയാം, 90 ദിവസം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുക. 2 കേസിലാണ് ഇപ്പോൾ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയതിൻ്റെ നിർണായക രേഖകൾ റെയ്ഡിനിടെ ഈ മുരാരി ബാബുവിൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഇഡിക്ക് ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യും. മറ്റ് പ്രതികളുടെ തെളിവുകൾ കിട്ടിയതുപോലെ മുരാരി ബാബുവിൻ്റെ വിശദാംശങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിലാണിപ്പോൾ ഇഡിയുടെ പുതിയ നീക്കം. ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ സി വിജയൻ പറയൂ. SIT കേസിൽ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചു എന്നുണ്ടെങ്കിലും ആശ്വസിക്കാൻ വകയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ഉടൻ തന്നെ അയക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം സ്വാഭാവികമായി കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു. അദ്ദേഹത്തെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇഡി നടത്തുന്നത്. അതിനുള്ള സമൻസ് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അയക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊടുത്തയക്കുമ്പോൾ അപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ഇങ്ങനെ കൊടുത്തയച്ച സമയത്ത് അതിൽ സ്വർണം എന്നുള്ളതിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു SIT കണ്ടെത്തൽ. ഇത് ശരിവയ്ക്കുന്ന രേഖകൾ പിന്നീട് ഇഡി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിലായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഒപ്പം മുരാരി ബാബുവിന്റെ അടക്കം സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള ഒരു നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരംഭിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായി ഇപ്പോഴിതാ ചോദ്യം ചെയ്യാൻ കൂടി വിളിപ്പിച്ചിരിക്കുകയാണ്. മറ്റു പ്രതികളെയും ഉടൻ ചോദ്യം ചെയ്യും. അതായത് ഇപ്പോൾ എല്ലാ ആളുകളും തന്നെ ജയിലിലാണ്. ജാമ്യം ലഭിക്കുന്ന മുറയ്ക്ക് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാം എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇഡി ഇപ്പോൾ കടക്കുകയും ചെയ്യുന്നത്. ഈ ഒരു വ്യാപകമായി തന്നെ ECIR രേഖപ്പെടുത്തിയതിന് ശേഷം, അത്തരത്തിൽ കേസെടുത്തതിന് ശേഷം ഇഡിയുടെ ഭാഗത്തുനിന്ന് സ്വർണ്ണക്കൊള്ളയിൽ വ്യാപകമായ റെയ്ഡ് ഈ പ്രതികളുടെ എല്ലാം വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ നടത്തിയിരുന്നു. രേഖകൾ കണ്ടുകെട്ടിയിരുന്നു. അവരുടെ സ്വത്തുവകകൾ മരവിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇങ്ങനെ സ്വർണ്ണക്കൊള്ളയിൽ SITക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിവേഗ നടപടികളിലേക്ക് ഇഡി കടക്കുന്നു. അതിനോടൊപ്പം ഇപ്പോൾ ഇതാ ചോദ്യം ചെയ്യാനും വിളിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഓരോ പ്രതികളെയായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.